അബുദാബിയിൽ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ ഗോഡൌണിനും വ്യാപാര കേന്ദ്രത്തിനും നാശമുണ്ടായിട്ടുണ്ട്. യുഎഇയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഡ്രോണുകൾ വിജയകരമായി തടഞ്ഞു. ആളപായം ഉണ്ടായിട്ടില്ലെന്നാണ് ഔദ്യോഗികമായ വിശദീകരണം വരുന്നത്. ബഹ്റൈനിൽ ഇപ്പോൾ തറാവീഹ് നമസ്കാരം 25 മിനിറ്റായി ചുരുക്കിയിരിക്കുന്നു. എസ് രഞ്ജിത്ത് കൂടി ചേരുകയാണ്. രഞ്ജിത്ത്, എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ആളുകൾ കൂട്ടം ചേരുന്നത് ഒഴിവാക്കുക എന്നതാണോ ഉദ്ദേശിക്കുന്നത്, അതോ അതിന് ഒരു ജാഗ്രത വേണം എന്നതുകൊണ്ടാണോ ഈ നമസ്കാര സമയം വെട്ടി ചുരുക്കിയിരിക്കുന്നത്? മാത്രമല്ല, ഇപ്പോൾ അബുദാബിയിൽ നിന്ന് വരുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ വീണുകൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണ്. തീർച്ചയായും ആദ്യം അബുദാബിയിലെ കാര്യം പറയാം. അബുദാബി മീഡിയ ഓഫീസാണ് ഇക്കാര്യം ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അബുദാബിയിലെ ICAD അതുപോലെ തന്നെ മുസഫ ഈ രണ്ട് മേഖലകളിലെ വ്യാപാര കേന്ദ്രത്തിനും അതുപോലെ തന്നെ ഗോഡൌണിനുമാണ് ഈ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് നാശനഷ്ടമുണ്ടായി എന്ന് അബുദാബി മീഡിയ ഓഫീസ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇറാൻ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ഡ്രോൺ ആക്രമണത്തെ അതിശക്തമായി തന്നെ യുടെ ഡിഫൻസ് സിസ്റ്റം തകർത്തു എന്നും മീഡിയ ഓഫീസ് ഔദ്യോഗികമായി അറിയിക്കുകയാണ്. ഈ ഡിഫൻസ് സിസ്റ്റം ഈ ഡ്രോണുകൾ തകർത്ത ഘട്ടത്തിലാണ് അതിൽ നിന്ന് കുറച്ച് അവശിഷ്ടങ്ങൾ ഈ ICADയിലെയും അതുപോലെ തന്നെ മുസഫ ചെറിയ സാങ്കേതിക തകരാറുണ്ട്. അബുദാബിയിലെ നാശം, അതിന്റെ വിവരങ്ങൾ കൂടി വരുന്നു. ഇപ്പോൾ ഗോഡൌണുകളിൽ ഉൾപ്പെടെ വെയർഹൌസിൽ ഉൾപ്പെടെ നാശനഷ്ടം ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. രഞ്ജിത്ത്, തുടരാം. വിനീത, അതായത് അബുദാബി മീഡിയ ഓഫീസാണ് ഇക്കാര്യം ഔദ്യോഗികമായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ICAD അതുപോലെ തന്നെ മുസഫ ഈ രണ്ട് മേഖലകളിലെ വ്യാപാര കേന്ദ്രത്തിനും അതുപോലെ തന്നെ അതിന് സമീപത്തുള്ള ഗോഡൌണിനുമാണ് ഈ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് നാശനഷ്ടമുണ്ടായത്. ഇപ്പോൾ വിവിധ മേഖലകളെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ആ ഡ്രോണിനെ ഡിഫൻസ് സിസ്റ്റം അതിശക്തമായി തന്നെ പ്രതിരോധിച്ചു എന്ന് അബുദാബി മീഡിയ ഓഫീസ് അറിയിക്കുകയാണ്. ഇത്തരത്തിൽ ഈ ഡ്രോണുകൾ പ്രതിരോധിക്കുന്ന ഘട്ടത്തിലാണ് അതിൽ നിന്ന് കുറെ അവശിഷ്ടങ്ങൾ ഈ ICADയിലെയും അതുപോലെ തന്നെ മുസഫയിലെയും വ്യാപാര കേന്ദ്രത്തിലും സമീപത്തെ ഗോഡൌണിലും വീണത്. ഈ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഈ വ്യാപാര കേന്ദ്രത്തിനും ഗോഡൌണിനും ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് മീഡിയ ഓഫീസ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള ആളപായം ഉണ്ടായിട്ടില്ല. ഈ കെട്ടിടങ്ങൾക്ക് ചെറിയ നാശനഷ്ടം മാത്രമാണ് ഉണ്ടായത് എന്നാണ് അബുദാബി മീഡിയ ഓഫീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ബഹ്റിനിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. ബഹ്റിനിൽ എൻഡോമെന്റ് ഡയറക്ടറേറ്റ് ആണ് പുതിയ സമയക്രമം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുന്നി എൻഡോമെന്റ് ഡയറക്ടറേറ്റിന് കീഴിലുള്ള പള്ളികളിൽ തറാവീഹ് നമസ്കാരത്തിനും ഇശാ നമസ്കാരത്തിനുമാണ് പുതിയ സമയക്രമം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ തറാവീഹ് നമസ്കാരം 25 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കണമെന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സാധാരണ 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതാണ്. ഈ റംസാൻ സമയത്തുള്ള പ്രത്യേക പ്രാർത്ഥനയാണ്. 1 മണിക്കൂറോളം ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥന 25 മിനിറ്റിനുള്ളിൽ ചുരുക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇശാ ബാങ്കിന് ശേഷം 10 മിനിറ്റിന് ഉള്ളിൽ ഈ നമസ്കാരം ആരംഭിക്കണം എന്ന നിർദ്ദേശവും ഇപ്പോൾ അധികൃതർ നൽകിയിരിക്കുകയാണ്. ശരി, എസ് രഞ്ജിത്ത്.